മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. യെസ്, വീണ്ടും സ്വാഗതം മധുര നാരങ്ങയിലേക്ക്. ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്ന സെഗ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഓരോ വർഷവും പലരോടും പറഞ്ഞും പലയിടത്തുനിന്ന് കേട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട്. അതിൽ മഹാബലി ചക്രവർത്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓണം നമ്മളിലേക്ക് എത്തിയത്, മഹാബലി ചക്രവർത്തി ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെ അദ്ദേഹം പാതാളത്തിലേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളല്ലേ. അതൊന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കേട്ടോ. നമുക്കറിയാം, നമ്മുടെ നാടുവാണിരുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും മനോഹരമായി നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എന്നതാണ് നമ്മുടെ ഓണത്തിന്റെ ഐതിഹ്യം. അതിൽ പരം മറ്റൊരു ഐതിഹ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വിഷ്ണുഭക്തനും പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനും ഐതിഹ്യത്തിലെ ഈ പ്രബലനായിട്ടുള്ള മഹാബലി, നീതിമാനും ദാനശീലനുമായിട്ടുള്ള ചക്രവർത്തി എന്ന് പറയണം. അദ്ദേഹത്തിന്റെ രാജ്യത്ത് മനുഷ്യരെല്ലാവരും സമന്മാരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യസമൃദ്ധമായ ഒരു രാജ്യം. അത് ഭരിക്കുന്ന രാജാവ് അസുര ചക്രവർത്തി കൂടെ ആയിരുന്നു മഹാബലി കേട്ടോ. നീതിമാനായിട്ടുള്ള ബലിയുടെ കീർത്തി വിശ്വമാകെ എങ്ങനെ പടരുകയാണ്. ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. അശ്വമേധങ്ങളുടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു. ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു അങ്ങനെ ഒരുങ്ങുകയാണ്. വിശ്വം ജയിക്കാൻ വിശ്വജിത് യാഗം തുടങ്ങുന്നു മഹാബലി. മഹാവിഷ്ണു ബ്രാഹ്മണ കുമാരനായ വാമനായി ബലിക്ക് മുന്നിലെത്തി 3 കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു. ദാനശീലനായ ബലി സമ്മതം മൂടുന്നു. പെട്ടെന്ന് ഉടൽ വിശ്വത്തോളം വളർന്ന വാമനൻ 2 കാലടികൾ വെച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു തീർത്തു. 3ാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു. വിഷ്ണു അവതാരമാണ് വാമൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തന്റെ ശിരസ് താഴ്ത്തി കൊടുത്തു. വാമൻ മഹാബലിയുടെ ശിരസിൽ കാൽവെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അല്ലെ, ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലാണ് ഇതെന്ന് മലയാളിയുടെ ഐതിഹ്യം. ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണണമെന്ന് മഹാബലി വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിന് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യം. മഹാ ഉത്സവമായ ഓണത്തിന്റെ നായകനായി മാവേലി മാറി. അത്തം മുതൽ 10 ദിവസം അദ്ദേഹത്തെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടി എന്നാണ് ഐതിഹ്യവും. നമുക്കെല്ലാം അറിയാന്നുള്ള കഥ തന്നെയാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അല്ലെ. അത്രയും നല്ലൊരു ചക്രവർത്തിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച നമ്മുടെയൊക്കെ ഒരു കൈകടത്തൽ ഇന്നും അങ്ങനെ തന്നെ നടന്നു പോകുന്നുണ്ട് പലയിടത്തും. എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ മധുര നാരങ്ങളിൽ ഇവിടെ പറയാനുള്ള നേരമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.